ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് നേരെ കനത്ത ആക്രമണമാണ് നടത്തുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ നിലം തൊടാൻ അനുവദിക്കാതെ വായുവിൽ നിന്ന് തന്നെ നിർവീര്യമാക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള ആകാശയുദ്ധത്തിൽ നിരവധി മിസൈലുകളും ഡ്രോണുകളും തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. പ്രതിരോധ രംഗത്ത് ഇന്ത്യ സ്വന്തമാക്കിയ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണവും ചെറുത്തുനിൽപ്പും. ഇതിൽ തദ്ദേശീയമായി നിർമ്മിച്ചവയും റഷ്യ ഇസ്രായേൽ നിർമ്മിത ആയുധങ്ങളും ഉണ്ടായിരുന്നു. സൈന്യത്തിനും ഇന്ത്യൻ വ്യോമസേന താവളങ്ങൾക്കും നേരെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും എല്ലാം തകർത്തത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ്. റഡാറുകളുടെയും കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങളുടെയും സംയോജിത ശൃംഖല കണ്ടെത്തി ട്രാക്ക് ചെയ്തതിന് ശേഷമായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ നടപടികൾ. പാകിസ്ഥാന്റെ പ്രകോപന ശ്രമങ്ങളെ മുളയിലേന്നുള്ളാൻ റഷ്യൻ നിർമ്മിത S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം, തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ ഉപരിതല വിമാന മിസൈലുകൾ, വിവിധതരം ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ, മറ്റു പ്രതിരോധ നടപടികൾ എന്നിവയാണ് ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചത്. ഇസ്രായേലിൽ നിന്ന് വാങ്ങിയ ഹരോപ്പ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പാകിസ്ഥാനിലെ വ്യോമ പ്രതിരോധ ശൃംഖലകളെ തകർക്കാനായി വിന്യസിപ്പിച്ചു. ഹരോപ്പ് ഒരു കാമിക്കേസ് ഡ്രോൺ അഥവാ ചാവേർ ഡ്രോൺ ആണ്. 2018 ഒക്ടോബറിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് 39,000 കോടി രൂപയ്ക്ക് 5 യൂണിറ്റ് S-400 മിസൈൽ സംവിധാനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ശത്രുവിന്റെ യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ നശിപ്പിക്കാൻ S-400 കഴിയും. 3 യൂണിറ്റ് ഇതിനോടകം തന്നെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യ ഉക്രൈനുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ബാക്കിയുള്ള 2 വൈകുകയാണ്. വ്യോമസേനയുടെ ശേഷിയിൽ ഗണ്യമായ പങ്കാണ് S-400 ഈ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് എത്ര ഉയരത്തിലും റേഞ്ച് ബാൻഡുകളിലുമുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും കഴിയും. ഇതിന് സാധ്യമാകുന്ന സംയോജിത റഡാറുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, മിസൈലുകൾ എന്നിവ ഇന്ത്യക്ക് സ്വന്തമായുണ്ട്. താഴ്ന്ന റഡാർ ക്രോസ് സെക്ഷൻ ഏരിയൽ ടാർഗറ്റുകളെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന ആകാശ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം വരുന്ന ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനായും വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങളുടെ ഫലമായി പാകിസ്ഥാന്റെ ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പലയിടങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെയാണ് പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലുമുള്ള വ്യോമ പ്രതിരോധ റഡാറുകളെയും സംവിധാനങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ ഇന്ത്യൻ സൈന്യം ഹരോപ്പ് ഉപയോഗിച്ചത്. മണിക്കൂറുകളോളം പറക്കാൻ കഴിയുന്ന കാമിക്കാസെ ഡ്രോൺ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് പോസ്റ്റുകൾ, വെടിമരുന്ന് സംഭരണികൾ, വിവിധ വിതരണ ഡിപ്പോകൾ എന്നിവയുൾപ്പെടെ ഏതുവിധ പ്രത്യാക്രമണങ്ങളെയും ചെറുക്കാൻ പോന്ന സംവിധാനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്താണ്. പാകിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ കൃത്യമായ ആക്രമണങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ നടത്തിയത്. ഇതിനായി പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യാതൊരു വിധത്തിലുമുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുന്ന വാർഹെഡുകളും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്തിരുന്നു. റാഫേൽ യുദ്ധവിമാന പൈലറ്റുമാർക്ക് സ്റ്റാൻഡ് ഓഫ് റേഞ്ചുകളിൽ നിന്ന് കരലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ അനുവദിക്കുന്ന സ്കാൽപ് ഡീപ് സ്ട്രൈക്ക് ക്രൂയിസ് മിസൈലുകൾ, ഹാമർ സ്മാർട്ട് വെപ്പൺ സിസ്റ്റം, ഗൈഡഡ് ബോംബ് കിറ്റുകൾ, എക്സാലിബർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് വെടിവെക്കുന്ന M777 ഹോവിറ്റ്സറുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിലെ വ്യോമ പ്രതിരോധ റഡാറുകളെയും സംവിധാനങ്ങളെയും ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യൻ തിരിച്ചടി. ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് നേരെ വീണ്ടും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. എന്നാൽ ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ വഴിയും ഗ്രിഡ്, S-400 ട്രയംഫ്, ബരാഖ് 8, MRSAM തുടങ്ങിയ തദ്ദേശീയ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ഇന്ത്യ പാക് ആക്രമണത്തെ നിർവീര്യമാക്കി. Subscribe to One India and never miss an update.